ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ്. ടോപ്പിക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ സ്നേഹബന്ധത്തിൻ്റെ അടുത്ത ചാപ്റ്റർ എന്താണ്, അവരെങ്ങനെയാണ് ഈ ഒരു ബന്ധത്തെ പറ്റി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തീരുമാനമാണ് എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓർക്കുക, ഈ റീഡിംഗ് ജനറലാണ്, ജെൻഡർലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. ഈ ഒരു റിലേഷൻഷിപ്പ് റീഡിങ് എല്ലാവർക്കും ബാധകമാണ്. എല്ലാ തരത്തിലുള്ള സ്നേഹബന്ധങ്ങൾക്കും ഇത് ബാധകമാണ്. നിങ്ങളുടെ സാഹചര്യം അനുസരിച്ച് എടുക്കണം എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു, താങ്ക് യു, താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. അതിനു മുൻപായി നിങ്ങളൊന്ന് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് ചെയ്യുക. നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയെ മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് വേണം റീഡിങ് കാണാൻ. ആദ്യം നമ്മൾ അവരുടെ കറണ്ട് എനർജിയാണ് എടുക്കുന്നത്. പേജ് ഓഫ് വാൻഡ്സ് ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. Ace of Cups, Six of Wands, Six of Wands, the Lovers, Nine of Swords, Nine of Swords, Five of Pentacles. അത്രയും മതി. അവരുടെ കറണ്ട് എനർജിയാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ഇനി അവർക്ക് നിങ്ങളോടുള്ള മനോഭാവം എന്താണ് എന്ന് നമുക്ക് നോക്കാം. Ten of Wands, Five of Swords, രണ്ട് കാർഡ്സ് വന്നിട്ടുണ്ട്. ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ തന്നെ സെവൻ ഓഫ് വാൻഡ്സ്. പേജ് ഓഫ് കപ്സ്, ജഡ്ജ്മെന്റ്. ഇത്രയും മതി. 6 കാർഡ്സ് ഇവിടെ ഉണ്ട്. മുൻപ് 6 കാർഡ്സ് എടുത്തിട്ടുണ്ട്. അവരുടെ കറണ്ട് എനർജിയിൽ 6 കാർഡ്സ്, നിങ്ങളോടുള്ള മനോഭാവത്തിലും 6 കാർഡ്സ് എടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഇവിടെ പേജ് ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. കാരണം നമുക്ക് പറയാവേ. അപ്പോൾ അവരുടെ കറണ്ട് എനർജി കണ്ടില്ല, അവർ കർമ്മ ഫേസ് ചെയ്യുന്നു എന്നുള്ളതാണ് കാണുന്നത്. അവരിവിടെ നല്ലതുപോലെ മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നുണ്ട്. എന്തിനൊക്കെ വേണ്ടിയിട്ടോ അവർ രാത്രിയിൽ ഉറക്കമില്ലാത്ത ഒരവസ്ഥ അവരിവിടെ ഫേസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസ്ഥയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇത് കുറച്ച് നാളുകൾ കൊണ്ടേ അവരിത് അനുഭവിക്കുന്നുണ്ട് എന്ന് വേണം നമുക്കിവിടെ മനസ്സിലാക്കാൻ. അതുപോലെ ഇവിടെ എല്ലാ ദിവസം കണ്ടില്ല, നിങ്ങളുമായിട്ട് ഇപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥ തന്നെയാണ്. കാരണം ഇവിടെ 5 ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. സ്നേഹം അപ്പുറത്തുണ്ട്, പക്ഷെ ഇപ്പോഴില്ല. മനസ്സിലായി? ഇപ്പുറത്ത് സ്നേഹം ഇവിടെ ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്കത് അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. രണ്ടുപേർക്കും കൂടെ ചേർന്നിട്ട് ഇപ്പോൾ ഈ ഒരു സ്നേഹം അനുഭവിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ അവരുടെ കറണ്ട് എനർജിയാണിത്. നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് അവസ്ഥയിലാണെന്ന് കാണുന്നുണ്ട്. കണ്ടില്ലേ? ആ ഒരു ദുഃഖത്തിൽ ഇവിടെ ഉറക്കം പോലും ഇല്ലാതെ രാത്രി എഴുന്നേറ്റിരുന്ന് കരയുന്നു. രാത്രി ഇവിടെ ബെഡിൽ എഴുന്നേറ്റിരുന്നിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അങ്ങനെ പറയരുതായിരുന്നു, ഞാൻ അങ്ങനെ ചിന്തിക്കരുതായിരുന്നു, ഞാൻ അങ്ങനെ പ്രവർത്തിക്കരുതായിരുന്നു, ഇതെല്ലാം നിമിത്തം എൻ്റെ ബന്ധം ഇങ്ങനെ ആയിപ്പോയി. അതുകൊണ്ട് ഇനിയെങ്കിലും ഇതെനിക്ക് ഞാൻ എന്താണ് ഇവിടെ ചെയ്യേണ്ടത്? ഒരെത്തും പിടിയും കിട്ടുന്നില്ല, ഉറക്കമില്ല, ഒത്തിരി ടെൻഷൻ അനുഭവിക്കുന്നു, ഡിപ്രഷൻ അനുഭവിക്കുന്നു, മാനസികമായിട്ട് സ്ട്രെസ് അനുഭവിക്കുന്നു, ഉറക്കമില്ലായ്മ. ഇതാണ് ഈ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഇതൊരു കർമ്മ ഫേസ് ചെയ്യാണ്. കാരണം ഈ ഒരു കർമ്മ അനുഭവിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ തമ്മിൽ കൂടിച്ചേർന്നത്. ഇപ്പോൾ ഈ ഒരു അവസ്ഥ അവർ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അവസ്ഥയും ഇതൊക്കെ തന്നെ ആയിരിക്കണം. നിങ്ങൾ തമ്മിൽ കൂടി ചേർന്നിട്ടുണ്ട്, ഒരു ലൈഫിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഇത് അനുഭവിക്കുന്നുണ്ടാവണം എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ കണ്ടില്ലേ,
ഇവിടെ സ്നേഹം വിട്ടുപോയിട്ടില്ല, അപ്പുറത്ത് തന്നെ ഉണ്ട്, അത് തിരികെ വരും. അതാണ് ഇവിടെ കാണുന്നത്. പിന്നീട് വന്നിരിക്കുന്നത് പേജ് ഓഫ് വാൻസ് ആണ്. കാരണം അവരെല്ലാ ദിവസവും നോക്കുന്നുണ്ട്, എല്ലാ ദിവസവും അവരിവിടെ ശ്രദ്ധിക്കുന്നുണ്ട്. എന്താണ്, നിങ്ങൾ വിളിക്കുന്നുണ്ടോ, നിങ്ങളുടെ മെസ്സേജ് വരുന്നുണ്ടോ, നിങ്ങളുടെ കാൾ വരുന്നുണ്ടോ, നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാട് എന്താണ്, നിങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള വിശേഷങ്ങൾ അറിയാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെയുള്ള ചിന്തകളിൽ അവരിവിടെ കുടുങ്ങിയിരിക്കുന്നു. എല്ലാ ദിവസവും അവർ വാച്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളോടുള്ള മനോഭാവത്തിലും കണ്ടില്ലേ, അവർ എല്ലായ്പ്പോഴും സോഷ്യൽ മീഡിയ സ്റ്റോക്ക് ചെയ്യുന്ന എനർജിയാണിത്. കണ്ടോ, അവർ ഇവിടെ നിങ്ങളുടെ DP മാറ്റുന്നുണ്ടോ, അതൊന്നുകൂടി കാണുക. അതുമല്ല എങ്കിൽ നിങ്ങൾ ഏതൊരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്, ഇതെല്ലാം അവർ ഇവിടെ ശ്രദ്ധിക്കുന്നുണ്ട്, വീക്ഷിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെയും കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്കിടയിൽ ഏസ് ഓഫ് കപ്സിന്റെ എനർജി, വീണ്ടും ഒരു പ്രണയം തുടങ്ങുന്നു, വീണ്ടും ഒരു പ്രണയത്തിന്റെ തുടക്കം ഇവിടെ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ കഴിഞ്ഞാൽ ഇതിവിടെ കൊണ്ട് സ്റ്റോപ്പ് ആകുന്നില്ല, മനസ്സിലായോ? അപ്പൊ ഇതിവിടെ കൊണ്ട് സ്റ്റോപ്പ് ആക്കാനല്ല നിങ്ങൾ തമ്മിൽ ഇപ്പോൾ പിണങ്ങിയിരിക്കുന്നത്. എന്തൊക്കെയോ മാനസിക സംഘർഷം അനുഭവിച്ച, അല്ലെങ്കിൽ എന്തൊക്കെയോ താൽക്കാലികമായിട്ടുള്ള അവസ്ഥകളിൽ അല്ലെങ്കിൽ സാഹചര്യങ്ങളിൽ നിങ്ങൾ പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അവർ പെട്ടിട്ടുണ്ടാവാം. അതനുസരിച്ച് നിങ്ങൾ തമ്മിൽ കുറേ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ് വഴക്കിട്ട് ബ്ലോക്ക് ചെയ്ത് പോയി. ഇതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. അതുമല്ല എങ്കിൽ ബ്ലോക്ക് ചെയ്യാതെ പോയിട്ട് ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻ, ചിലപ്പോഴൊക്കെ ഒന്ന് ഗുഡ് മോർണിംഗ് ഇടുന്നു, ചിലപ്പോൾ അതും ഇടുന്നില്ല, ചിലപ്പോൾ കണ്ടെന്ന് വരുത്തുന്നു, ചിലപ്പോൾ കണ്ടില്ല എന്ന് നടിക്കുന്നു. ഇങ്ങനെയൊക്കെയും ഉള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അവർ വിചാരിക്കുന്ന തരത്തിൽ ഇവിടെ നിങ്ങളോട് പെരുമാറാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളോട് ആ സ്നേഹം കാണിക്കാൻ പറ്റുന്നില്ല, അത് പറയാൻ പറ്റുന്നില്ല. ചില കാര്യങ്ങൾ വ്യക്തമായിട്ട് ഒന്ന് പറയാൻ പറ്റാത്തത് കൊണ്ടുള്ള വിഷമമാണ് ഇവിടെ അനുഭവിക്കുന്നത്. അല്ല എങ്കിൽ ചെയ്തു പോയതിനെ കുറിച്ചുള്ള പശ്ചാത്താപമാകാം, കുറ്റബോധമാകാം, എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർ നന്നായി മാനസികമായിട്ട് വിഷമം അനുഭവിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ അവർ തിരികെ വരും. അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് സക്സസ് ആണ് വേണ്ടത്. എല്ലായ്പ്പോഴും അവർ ചില കാര്യങ്ങളിൽ അവർ മിടുക്കരാണ്, അവർ ചിന്തിക്കുന്ന കാര്യത്തിൽ അവർ ബ്രില്യൻ്റ് ആണ്, അവർ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അവർ സമൂഹത്തിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ആൾക്കാരാണ്, അവർ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരാണ്, നല്ലതുപോലെ ബുദ്ധിപൂർവ്വം ചിന്തിക്കാനും കഴിവുള്ള ആൾക്കാരാണെന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ ഒരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാനും അവരെ കൊണ്ട് കഴിയുന്നു, അത് ശ്രേഷ്ഠതരമാക്കാനും അവരെ കൊണ്ട് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അവരുടെ പ്രവൃത്തികളെല്ലാം, അവരുടെ ചെയ്വനകളെല്ലാം മറ്റുള്ളവരുടെ പ്രശസ്തി നേടാൻ തക്കതായിട്ടുള്ള കാര്യങ്ങളാണ് എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ ഇവിടെ കണ്ടില്ലേ, ഇവിടെ ഏസ് ഓഫ് കപ്സിന്റെ എനർജി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ലവേഴ്സ് വന്നിട്ടുണ്ട്. ഇവിടെ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനാണ്. കണ്ടില്ലേ, നിങ്ങൾ തമ്മിൽ നിങ്ങളുടെ സോൾ ഒന്ന് ക്ലിയർ ആവുന്നുണ്ട്. ഒരുപാട് അനുഭവങ്ങളിലൂടെ നിങ്ങൾ വന്ന്, ഇവിടെ അനുഭവങ്ങളാണ്. കണ്ടില്ലേ, ഇവിടെ കർമ്മ ഫേസ് ചെയ്യുന്നു. കർമ്മ ഫേസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ സോൾ ക്ലിയർ ആവും. സോൾ ക്ലിയർ ആയിട്ട് അത്തരത്തിലുള്ള ക്ലിയർ ആയിട്ടുള്ള സോളുമായിട്ട് ഇവിടെ കണക്ട് ആവുന്നുണ്ട്. അങ്ങനെ കണക്ട് ആകുമ്പോൾ എന്താണ്, തീർച്ചയായിട്ടും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, ജന്മത്തിൽ തന്നെയും ചെയ്തു തീർക്കാൻ പറ്റാത്ത ചില കടമകളും കടപ്പാടുകളും ഉണ്ടാവണം. അത് വീണ്ടും ചെയ്തു തീർക്കാൻ വേണ്ടി നിങ്ങൾ വീണ്ടും ഒന്ന് ചേർന്നു. പക്ഷെ ഇവിടെയും വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ബാഗേജ് ഒന്ന് കംപ്ലീറ്റ് ആക്കണമല്ലോ, അല്ലേ? അപ്പോൾ അതിനായിട്ട് വേണ്ടിയിട്ടാണ് ഇവിടെ വീണ്ടും നിങ്ങൾ കൂടിച്ചേർന്നിരിക്കുന്നത് എന്നാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു കൂടിച്ചേരലിൽ നിങ്ങൾ ഒരുപാട് ഐശ്വര്യം അനുഭവിക്കുന്നു, സമൃദ്ധി അനുഭവിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾ സന്തോഷത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് പിണങ്ങും, ഇടയ്ക്കിടയ്ക്ക് ഇണങ്ങും. അങ്ങനെയാണ് ഇവിടെ കണ്ടില്ലേ, ഏസ് ഓഫ് കപ്സ് വീണ്ടും ഒരു തുടക്കത്തിലേക്ക് പോവുകയാണ്. നേരത്തെ തന്നെ നിങ്ങൾ ഇത്തരത്തിലുള്ള കണക്ഷൻ ആയിരുന്നു, ഇവിടെ നിന്നും പിണങ്ങിയിട്ട് വീണ്ടും നിങ്ങൾ ഇവിടെ ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഇവിടെ ഒരു ഡിവൈൻ റൊമാൻറ്റിക് ലവ് ആണ്. ഈ ഒരു ലവ് എന്ന് പറയുന്നത് എന്താണ്, ദൈവാനുഗ്രഹത്തോടു കൂടിയിട്ടുള്ളതാണ്. അപ്പോൾ ദൈവാനുഗ്രഹത്തോടു കൂടിയ ഈ ഒരു പ്രണയം എന്ന് പറയുന്നത് എന്താണ്, പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്നതാണ്. പഞ്ചേന്ദ്രിയങ്ങൾ ഇവിടെ കണ്ടില്ല, 5 അരുവികളായിട്ടാണ് ഈ കപ്പ് നിറഞ്ഞൊഴുകുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, പഞ്ചേന്ദ്രിയങ്ങൾ നിറഞ്ഞു കവിയുന്ന ഒരു പ്രണയമാണ് നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ അവർക്ക് ഇപ്പോൾ നിങ്ങളോട് തോന്നുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. ഈ ഒരു സ്നേഹബന്ധത്തെ ഒരിക്കലും മായ്ക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ ഇത് സ്റ്റോപ്പ് ചെയ്യാനും കഴിയില്ല. ഇനി അവർ ഏതൊരു സാഹചര്യത്തിൽ പോയി അവർ വീണ്ടും തിരികെ വരും. നിങ്ങളുടെ ഓർമ്മകൾ മാത്രമേ അവരുടെ ഉള്ളിൽ ഉണ്ടാവുകയുള്ളൂ. കാരണം അത്രമാത്രം ഒരു ഡിവിനിറ്റി ഉള്ള കണക്ഷനാണ് നിങ്ങൾ തമ്മിൽ എന്നാണ് കാണുന്നത്. കണ്ടില്ല, ഈ 2 കണക്ഷനും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലായി, 2 കാർഡ്സും വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകുന്നതാണ്. ഇനി അവർക്ക് നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ചോദിച്ചിട്ടുണ്ട്. പേജ് ഓഫ് കപ്സ് ഇവിടെ നിങ്ങളോട് ഇപ്പോഴും ലവ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്.
മനസ്സിലായി. തൽക്കാലത്തെ അവസ്ഥ ചിലപ്പോൾ നോ കോണ്ടാക്റ്റ് ആണ്, പക്ഷെ എന്നിരുന്നാൽ കൂടി അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു അവസ്ഥയാണ്. പ്രശ്നങ്ങളുണ്ട്, ചുറ്റിനും 10 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ 7 ഓഫ് വാൻസ് വന്നിട്ടുണ്ട്. ചുറ്റിനും പ്രശ്നങ്ങളാണ് അവർക്ക്, ചുറ്റിനും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാണ് ഇപ്പോഴൊരു നോ കോണ്ടാക്ട് വന്നത്. മനസ്സിലായോ? അപ്പൊ അത് നിങ്ങളോട് പറഞ്ഞിട്ടൊന്നും ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണില്ലായിരിക്കും. ഒരുപാട് കാര്യം ചിലപ്പോൾ നിങ്ങൾ ചോദിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ മെസ്സേജ് കണ്ടിട്ട് റിപ്ലൈ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾ വിളിച്ചപ്പോൾ കാൾ ചെയ്യുന്നില്ല, നിങ്ങൾ എപ്പോഴും ബിസി ആണെന്ന് കേൾക്കുന്നുണ്ടല്ലോ, എന്താ കാര്യം എന്നൊക്കെ ചോദിച്ചിട്ടൊന്നും അവർക്കൊന്നും മറുപടി പറയാനില്ലാത്ത ഒരു അവസ്ഥയിലാവണം. അപ്പോൾ അവർക്ക് അത്രമാത്രം ഭാരം, ബിസിനസ് സംബന്ധപരമായ ഭാരമാവാം, വീട്ടുജോലികളാവാം, മറ്റു പല പ്രശ്നങ്ങൾ, സാമ്പത്തികമാവാം. അങ്ങനെ ചിലപ്പോൾ ചിലരോടൊക്കെ സാമ്പത്തികം വാങ്ങിച്ചിട്ടുണ്ടാവാം, അവരൊക്കെ ഇവിടെ വന്ന് ചോദ്യം ചെയ്യുന്നുണ്ടാവാം. നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ ഒരു കുടുക്കിലായിരിക്കാം, രക്ഷപ്പെടാൻ പറ്റാത്ത ഒരു കുടുക്കിലായിരിക്കാം നിങ്ങളുടെ വ്യക്തി. അവരൊരു ബൗണ്ടറി സെറ്റ് ചെയ്തിട്ടിരിക്കുന്നു, ആരെയും അതിനുള്ളിൽ പ്രവേശിപ്പിക്കുന്നില്ല. കാരണം അവർ ഇവിടെ സ്വയം അനുഭവിക്കാൻ തയ്യാറായിട്ടിരിക്കുന്നു. അത് നിങ്ങളോട് പോലും ഷെയർ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവില്ല. അത്തരം ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ ഈ വ്യക്തി എന്നാണ് കാണുന്നത്. മനസ്സിലായോ? 7 ഓഫ് വാൻസ് ആണ്. ചുറ്റിനും പ്രശ്നങ്ങളാണ്, നാനാ വഴിയിലൂടെയും പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങളോട് സ്നേഹത്തിന് വരാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് അയക്കാനോ കാൾ ചെയ്യാനോ ഒന്നും സാധിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. ഇവിടെ 10 ഓഫ് വാൻസ് ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഭാരം ഒഴിച്ചു വെക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു ഭാരം ഇവിടെ തീർക്കാൻ അവർ തയ്യാറാണ്, തീർത്ത് വെക്കുകയും ചെയ്യും. വീണ്ടും വീണ്ടും മുന്നോട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ലൈഫ് തുടങ്ങുകയും ചെയ്യും. വീണ്ടും ഒരു സ്റ്റാർട്ടിങ് വരും നിങ്ങളുമായിട്ട്. കണ്ടില്ലേ? അതാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ജഡ്ജ്മെന്റ് വന്നേക്കുന്നത് കണ്ടില്ലേ? നെക്സ്റ്റ് ചാപ്റ്റർ, നിങ്ങളുമായിട്ട് തന്നെ നെക്സ്റ്റ് ചാപ്റ്റർ ഉണ്ടാവും. പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട്, ഇവിടെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കാവാം ബന്ധം, അല്ലേ? അങ്ങനെയല്ല, പക്ഷെ അത് വീണ്ടും തുടങ്ങും. ജീവിതത്തിലെ അടുത്ത അധ്യായത്തിലേക്ക് നിങ്ങൾ തുടങ്ങും. നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പിന്റെ അടുത്ത അധ്യായത്തിന് വേണ്ടി അവർ കാത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്ന ജഡ്ജ്മെന്റ് ആണ് വന്നിരിക്കുന്നത്. ഒരു ന്യായം, ഒരു നീതി, അടുത്ത ഒരു ചാപ്റ്റർ നിങ്ങളുടെ ജീവിതത്തിൽ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ളതാണ്. ക്യൂൻ ഓഫ് പെന്റക്കിൾസ് എപ്പോഴും നിങ്ങളെ തന്നെ ഇവിടെ കാത്തിരിക്കുന്ന എനർജിയാണ്. ഇപ്പോഴും നിങ്ങളെ തന്നെ ലക്ഷ്യം നട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ് അവരിവിടെ ജീവിക്കുന്നത് തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. മനസ്സിലായോ? ഇവിടെ എന്തോ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അവരെ ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് വേണമെങ്കിലും പറയാം. അവരിലേക്ക് ആരോ ചീറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അവർക്ക് നിങ്ങളോട് ഇത് സംസാരിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ ഇടയ്ക്ക് ആരെങ്കിലും കയറി സാമ്പത്തികമായിട്ട് അവരെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം, അതുമല്ല എങ്കിൽ സ്നേഹം നടിച്ച്, പ്രണയം നടിച്ച് ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. അതിനവർ ഉത്തരവാദികളല്ലായിരിക്കാം ചിലപ്പോൾ. അതിൻ്റെ കൂടെ മാനസിക സംഘർഷം അവരനുഭവിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. നിങ്ങളോടുള്ള ആറ്റിറ്റ്യൂഡ് ചോദിച്ചപ്പോഴാണ് ഈ ഒരു കാർഡ് വന്ന 5 ഓഫ് സോഡ്സ്. ഇതുകൊണ്ടാണ്, ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടാണ് ഇപ്പോൾ ഒരു കണക്ഷൻ ഇല്ലാതിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളൽ വീണിരിക്കുന്നത് എന്നാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായിട്ടും നിങ്ങളെ മാത്രം നോക്കിയിരിക്കുന്നു, നിങ്ങളുമായിട്ട് പുതിയൊരു അധ്യായം, അതാണ് അടുത്ത ചാപ്റ്റർ തുടങ്ങുന്നു, നിങ്ങളുമായിട്ടുള്ള നെക്സ്റ്റ് ചാപ്റ്റർ ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് കാണുന്നത്. കാർഡ്സ് എടുക്കാവേ. ഫുൾ കാർഡാണ് വന്നിരിക്കുന്നത്. മൊമെന്റ് ടു മൊമെന്റ്, ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്, ട്രാവലിംഗ്, പോസ്റ്റ്പോൺമെന്റ്. ഒരു കാർഡ് കൂടി എടുക്കാവേ. 2 ബോട്ടം വന്നിരിക്കുന്നത് ദ റിബലാണ്. അവരുടെ ഉള്ളിൽ ഒരു യോദ്ധാവുണ്ട്. മനസ്സിലായി? അവർക്കുള്ളിൽ ഒരു പോരാളിയുണ്ട്. പോരാടി ജയം നേടാൻ തക്കതായ ഒരു വ്യക്തിത്വം അവരുടെ ഉള്ളിലുണ്ട്. അപ്പോൾ അതിനവർ തയ്യാറാകും എന്നുള്ളതാണ് നമ്മൾ ബോട്ടം വന്നിരിക്കുന്നത് ഇവിടെ. അപ്പോൾ ഇവിടെ ട്രാവലിംഗ് ആണ്. അവരിപ്പോൾ ചിലപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ട്രാവലിങ്ങിലാവാം, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ യാത്രകളിലായിരിക്കാം നിങ്ങൾ തമ്മിലുള്ള കണ്ടുമുട്ടൽ ഉണ്ടായത്, അല്ലെങ്കിൽ ഏതെങ്കിലും യാത്രകളിലാവാം നിങ്ങൾ വീണ്ടും ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നത് എന്നൊക്കെ നമുക്ക് ഇവിടെ പറയാൻ പറ്റുന്നുണ്ട്. അതുപോലെ പുതിയൊരു തുടക്കം നിങ്ങളുമായിട്ട് വരുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ ഒരു പുതിയ തുടക്കം നിങ്ങളുമായിട്ട്
സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അടുത്ത അധ്യായം നമ്മൾ ചോദിച്ചില്ലേ, അപ്പോൾ ഒരു പുതിയ തുടക്കം, ജീവിതത്തിന്റെ പുതിയ ഫ്രഷായിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ്ങിലേക്ക് വരുന്നു. അത് ചിലപ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളെ മനസ്സിലാക്കിയിട്ട് തിരിച്ചറിവുകൾ വന്നിട്ട് വിവേചന ശക്തിയോടുകൂടി വിവേചന ബുദ്ധിയോടുകൂടി ഇനി മുന്നോട്ട് പോകണം എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. കാരണം ഇതുവരെയുമുള്ള കാര്യങ്ങളിലൊക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടാവാം, ചില സംസാരങ്ങൾ പ്രയാസങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടാവാം, ചില കാര്യങ്ങളൊക്കെയും കുറ്റബോധം പശ്ചാത്താപം ഒക്കെ അവർ അനുഭവിച്ചിട്ടുണ്ടാവും. ഇനി അതിന് എന്തിനു വേണമെങ്കിലും അവർ പ്രായശ്ചിത്തത്തിന് തയ്യാറാണ്. മനസ്സിലായി. നിങ്ങളുമായിട്ട് വീണ്ടും ഒരു പുതിയ തുടക്കത്തിലേക്ക് പോകണം എന്നിവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. അതുപോലെ തന്നെ റീബർത്താണ് വന്നിരിക്കുന്നത്. ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറയവല്ലേ നമ്മൾ. ഒരു മരണം ഇവിടെ സംഭവിച്ചു. മരണം സംഭവിക്കുക എന്ന് പറയുമ്പോഴെന്താണ്, റിലേഷൻഷിപ്പിൽ സ്റ്റക്നെസ് ആണ്. അപ്പോൾ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്ന ഇടത്ത് നിന്ന് വീണ്ടും ഒരു തുടക്കം വരുന്നുണ്ട്, വീണ്ടും ഒരു പുതിയ ജന്മം, അതുപോലെ വീണ്ടും ഒരു പുതിയ അധ്യായം തന്നെ നിങ്ങൾക്കിടയിൽ സംഭവിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ക്ലിങ്ങിങ് ടു ദ പാസ്റ്റ്, പലപ്പോഴും ആ പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കാറുണ്ട്. ഇനി അങ്ങനെ പാസ്റ്റിൽ കുടുങ്ങിക്കിടക്കേണ്ട കാര്യമില്ല. അതിനെ പാസ്റ്റ് ഈസ് പാസ്റ്റ്, പാസ്റ്റിനെ കളയുക. അതിന് എന്തെങ്കിലുമൊക്കെ ട്രോമാസ് ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരിക എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ മൊമെന്റ് ടു മൊമെന്റ്, ഓരോ നിമിഷവും അനുനിമിഷം അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങളിലേക്ക് വരുന്നതിനെ പറ്റി, നിങ്ങളുമായിട്ട് ഒരു പുതിയ റിലേഷൻഷിപ്പ് തുടങ്ങുന്നതിനെ കുറിച്ച്, പുതിയൊരു സ്റ്റാർട്ടിങ്ങിനെ പറ്റി. ഇതൊക്കെ ഓരോ നിമിഷവും അവർ ചിന്തിക്കുന്ന കാര്യം തന്നെയാണ് എന്നാണ് കാണുന്നത്. ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അവർ, കണ്ടില്ലേ, ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട്, മാനസികമായ സംഘർഷം. അവരുടെ കറണ്ട് എനർജി എടുത്തപ്പോൾ തന്നെ എന്താണ് 9 ഓഫ് സോഡിന്റെ എനർജി. അപ്പോൾ ഇവിടെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നു എന്നാണ് നമ്മൾ കണ്ടത്. അതുപോലെ പോസ്റ്റ്പോൺമെൻ്റ് ആണ്, പൊളിറ്റിക്സ് ആണ്. ഇടയ്ക്കിടയ്ക്ക് അവർ എന്താണ് നിങ്ങളോട് ചെറിയ ചെറിയ ചില കള്ളങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഉള്ളിലുള്ളത് മുഖത്ത് വരാതിരിക്കാൻ വേണ്ടി അവരൊരു മാസ്ക് അണിഞ്ഞിട്ടുണ്ടാവാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ ചിലപ്പോൾ നിങ്ങളോട് എന്തെങ്കിലുമൊക്കെ വിദ്വേഷം തോന്നിയിട്ടുണ്ടാവാം ഇടയ്ക്കിട്ട സമയത്തെങ്ങാണ്, എന്തെങ്കിലും ആർഗ്യുമെന്റ്സ് ഒക്കെ നടന്നിരുന്ന സമയത്ത്. പക്ഷെ അതിനെ മറച്ചു വെച്ചിട്ട് അവർ ഇടയ്ക്ക് സംസാരിച്ചിട്ടുണ്ടാവാം. എന്തോ അവരുടെ ഉള്ളിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്ന ചില കാര്യങ്ങൾ ഉണ്ടാവാം. അവിടെയൊക്കെ അവരൊരു മാസ്ക് അണിഞ്ഞിട്ടുണ്ടാവണം. അടുത്ത പോസ്റ്റ്പോൺമെന്റ് ആണ്. ഓരോ ദിവസവും അവർ നിങ്ങളിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന പക്ഷേ മാറ്റി മാറ്റി വെക്കുകയാണ്. നാളെ വരാം, നാളെ സംസാരിക്കാം, നാളെ ഒരു മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നാളെ നിങ്ങളെ വിളിക്കാം, ഇങ്ങനെയൊക്കെ ചിന്തിച്ച് അവർ സമയം കളയുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരുടെ ചിന്തകളിലൂടെ നാളെയാവാം, മറ്റന്നാളാവാം. നമ്മളായാൽ തന്നെ അങ്ങനെയാണല്ലോ, ചില കാര്യങ്ങളൊക്കെ നാളത്തേക്ക് മാറ്റി വയ്ക്കുന്നു അല്ലേ, അങ്ങനെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഏഞ്ചൽസിൻ്റെ മെസ്സേജ് കൂടി നോക്കാം. ഇന്ന് ക്ലോസ് ഇല്ല. ഇവിടെ നമ്പർ വന്നിരിക്കുന്നത് 9 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജഡ്ജ്മെൻറ്റിൻ്റെ നമ്പർ ഇവിടെ വന്നിട്ടുണ്ട്. ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ 2 നമ്പർ 2 വന്നിട്ടുണ്ട്. അതുപോലെ ഇവിടെ വന്നിരിക്കുന്ന സാജിറ്റേറിയസ് എനർജി വന്നിട്ടുണ്ട്, ടോറസ് വന്നിട്ടുണ്ട്, അതുപോലെ ജെമിനി വന്നിട്ടുണ്ട്, ലിയോ വന്നിട്ടുണ്ട്, വാൺസ്, ഫയർ സൈൻ, ഏരിസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി വന്നിട്ടുണ്ട്. അതുപോലെ കപ്പ് എനർജി, കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് എനർജീസ് വന്നിരിക്കുന്നത്. ഇത്രയൊക്കെ ചില നമ്പേഴ്സും ഇവിടെ പ്രധാനപ്പെട്ട ചില നമ്പേഴ്സ് 4 ആണ്. അതുപോലെ 5 വന്നിട്ടുണ്ട്, 7 വന്നിട്ടുണ്ട്, 2 വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്. സ്റ്റാർട്ടിങ്ങിൻ്റെതാണല്ലോ 1. അപ്പോൾ ഇത്രയൊക്കെ നമ്പർ പ്രധാനമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഈ ഒരു ബോട്ടം വന്നിരിക്കുന്നത് ചാരിയട്ടാണ്. ചാരിയട്ട് എന്ന് പറയുന്നത് ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജിയാണ്. കാരണം ഇവിടെ വളരെയധികം സ്പീഡിൽ റീയൂണിയൻ്റെ കാർഡാണ് ഈ ഒരു ചാരിയട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളെ ഫോക്കസ് ചെയ്ത് വെച്ചിരിക്കുന്ന കാര്യത്തിൽ നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചേരും. അടുത്ത ഒരു അധ്യായം ഇവിടെ തുടങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഏഞ്ചൽസ് പറയുന്നത് എന്താണെന്ന് നോക്കാം. അടുത്തതാണ് കേട്ടോ, നമുക്ക് ക്ലൂസ് വെച്ചിട്ട് നോക്കാം കേട്ടോ. കോംപ്രമൈസ്, നിങ്ങൾ കോംപ്രമൈസിന് തയ്യാറാവൂ. നിങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരിക്കില്ല. ചിലപ്പോൾ ഇനി ഈ വ്യക്തിയുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് പോകണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ അല്ലേ. പക്ഷേ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നു, ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നു, നിങ്ങളൊരു കോംപ്രമൈസിന് തയ്യാറാവുമെന്ന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ അനുരഞ്ജനത്തിലൂടെ നിങ്ങൾ പരസ്പരം വിശ്വാസം കൊടുക്കണം. പരസ്പര വിശ്വാസമില്ലാതെ നമുക്കൊരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് കോംപ്രമൈസ് ചെയ്തു പോകൂ എന്നുള്ളതാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും അവിടെ പരസ്പരം പറഞ്ഞു തീർക്കണം. അങ്ങനെ കോംപ്രമൈസ് ചെയ്തു പോകൂ എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്.
റിമെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പോസിറ്റീവായിട്ടിരിക്കുക. എല്ലായ്പ്പോഴും നിങ്ങളവിടെ ബാഡായിട്ട് ചിന്തിക്കാൻ പാടില്ല, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടൊരു ചിന്ത വേണ്ട. അവരെക്കുറിച്ച് മോശമായിട്ട് ചിന്തിക്കാൻ പാടില്ല, ഇനി വരില്ല, ഇനി ഒരു ബന്ധം നമ്മൾ തമ്മിൽ ഉണ്ടാവില്ല എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് സമയം കളയാൻ പാടില്ല. നിങ്ങൾ പോസിറ്റീവായിട്ട് തന്നെ തിങ്ക് ചെയ്യൂ എന്നുള്ളതാണ് കാണുന്നത്. കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി. നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് സംസാരിക്കുക, വ്യക്തമായിട്ട് തന്നെ പറയുക, കാര്യങ്ങൾ വ്യക്തമാക്കണം. ഉള്ളിൽ കുറച്ചൊന്ന് മറച്ചു വെച്ചുകൊണ്ട് ഒരു കാര്യം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്താണ്, വ്യക്തത വരില്ല, അവിടെ അതിനൊരു റിസൾട്ട് വരില്ല, സന്തോഷത്തിലേക്ക് പോകാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങളിപ്പോൾ എടുത്തിരിക്കുന്ന തീരുമാനത്തിന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, തെറ്റുകൾ ഉണ്ടാവാം, അവരുടെ പക്ഷത്ത് തെറ്റുകൾ ഉണ്ടാവാം, നിങ്ങൾ കൂടി അത് പറയുക. നിങ്ങളുടെ ഭാഗത്ത് സംഭവിച്ചതിനെ നിങ്ങളും പറയുക. അല്ലാതെ ഒരാളിനെ മാത്രം കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത് ഒരിക്കലും ശരിയല്ല. രണ്ടുപേരുടെയും കയ്യിൽ ഉണ്ടാവണം കുറ്റങ്ങളും കുറവുകളും എല്ലാം. അപ്പൊ ഈ ഒരു കണക്ഷൻ എന്ന് പറയുന്നത് കപ്പിൾസ്, മറ്റ് എല്ലാവർക്കും, ലവേഴ്സ്, ഏതു തരത്തിലുള്ള സ്നേഹബന്ധത്തിനും ബാധകമാണ്. നിങ്ങളുടെ സാഹചര്യമാണ് വേണ്ടത്, നോക്കിയെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടത്തുക. ചിലപ്പോൾ കോടതി വഴിയുള്ള കേസുകൾ ഉണ്ടാവാം, ഒരുപാട് കാലം കൊണ്ട് അകന്നിരിക്കുന്നവരുണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ ക്ലിയറായ രീതിയിൽ കമ്മ്യൂണിക്കേഷൻ നടത്തി മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നത് എന്നാണ് ഏഞ്ചൽസ് പറയുന്നത്. ചൂസ് എ ന്യൂ ഡയറക്ഷൻ. ഇനി ഇതൊന്നും വേണ്ട, അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റു പാത, എന്തെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വഴി തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു വഴി കൂടെ ചൂസ് ചെയ്തോളൂ എന്നുള്ളതാണ് പറയുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ തമ്മിലുള്ള അടുപ്പം അത്രമാത്രം കൂടുതലാണ്, അത്രമാത്രം സ്റ്റേബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും നിങ്ങൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയിട്ട് നടത്തി മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യമാണ് എന്ന് കാണുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ ഇൻ ദ നിയർ ഫ്യൂച്ചർ, അടുത്ത സമീപ ഭാവിയിൽ തന്നെ നിങ്ങൾക്ക് നല്ല ഒരു തുടക്കത്തിലേക്ക് പോകാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് നമ്മളിവിടെ പറഞ്ഞത്. ഇനി ഈ റീഡിംഗ് ആർക്കൊക്കെ റെസണേറ്റ് ആയി എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് റെസണേറ്റ് ആയിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.